ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോമ്പിൻ്റെ ഒരു പുതിയ കാലയളവിലൂടെ നാം കടന്നു പോകുന്നുവല്ലോ. അല്പനേരത്തെ ദൈവവചന ധ്യാനത്തിനായി ലഭിച്ചിരിക്കുന്ന വിഷയം ശരീരമാകുന്ന മൺപാത്രം. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം യിരെമ്യാവ് 18:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വളരെ ലളിതവും എന്നാൽ ആഴമേറിയതുമായ ഒരു ഉപമയിലൂടെ വിവരിക്കുകയാണ് ഈ ഭാഗത്തിലൂടെ. പ്രധാനമായും 3 കാര്യങ്ങളെ മുൻനിർത്തി ഈ ഭാഗം വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതിലൊന്ന്, വീണ്ടും പണിയുന്ന ദൈവം. കുശവൻ നിർമ്മിച്ചു കൊണ്ടിരുന്ന പാത്രം അവൻ്റെ കയ്യിലിരുന്നു ചീത്തയായിപ്പോയി എന്ന് വചനം പറയുന്നു. എന്നാൽ കുശവൻ അതെടുത്തു കളഞ്ഞില്ല. പകരം അതേ മണ്ണ് ഉപയോഗിച്ച് മറ്റൊരു പാത്രമുണ്ടാക്കി. ഇതേപോലെയാണ് മനുഷ്യൻ പാപം ചെയ്തോ പിഴവുകൾ വരുത്തിയോ തകർന്നു പോകുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് നമ്മെ വീണ്ടും രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുടിയനായ പുത്രൻ്റെ ഉപമ. പാപങ്ങൾ ചെയ്ത മുടിയനായ പുത്രനെ അവൻ്റെ അപ്പൻ ഉപേക്ഷിച്ചില്ല, മറിച്ച് അവനെ വീണ്ടും കൈക്കൊള്ളുകയാണ് ചെയ്തത്. 2, തകർച്ചകൾ അവസാനമല്ല. കുശവൻ്റെ കയ്യിലെ പാത്രം ചീത്തയായിപ്പോയി. വേണമെങ്കിൽ കുശവന് എറിഞ്ഞു കളയാമായിരുന്നു. എന്നാൽ കുശവൻ അത് ചെയ്തില്ല. നമ്മുടെ ജീവിതത്തിലും പലയിടങ്ങളിൽ നമ്മളിത് അനുഭവിച്ചിട്ടുണ്ടാവാം. അതിപ്പോൾ ബന്ധങ്ങളിലും ജോലിയിലും എല്ലായിടത്തും. ഇപ്പോൾ നമുക്ക് യോബിനെ തന്നെ ഉദാഹരണമായി എടുക്കാം. തൻ്റെ സമ്പത്തും മക്കളും ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചു. അവസാനം എല്ലാം ശരിയാവുക തന്നെ ചെയ്തു. ജീവിതത്തിൽ നാം തകർച്ചകൾ അനുഭവിക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക: നാം ഇരിക്കുന്നത് കുശവനായ ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മെ എറിഞ്ഞു കളവാനല്ല, മറിച്ച് വീണ്ടും പണിയാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. 3, രൂപമാറ്റത്തിൻ്റെ പ്രക്രിയ. കുശവൻ ആ പഴയ കളിമണ്ണ് വീണ്ടും ചക്രത്തിന്മേൽ വെച്ചു കുഴച്ച് രൂപപ്പെടുത്തി. ഈ പ്രക്രിയ ചിലപ്പോൾ വേദന നിറഞ്ഞതായേക്കാം. ദൈവം നമ്മെ ചില സാഹചര്യങ്ങളിലൂടെ കടത്തിവിടുന്നത് നമ്മെ നശിപ്പിക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ അനാവശ്യ കാര്യങ്ങളെ പുറത്താക്കാനാണ്. തനിക്കിഷ്ടമുള്ള മനോഹരമായ മറ്റൊരു പാത്രമാകാനാണ് ഈ പ്രക്രിയ ഉപയോഗിക്കുന്നത്. ഇതിനുദാഹരണമായി 2006 പുറത്തിറങ്ങിയ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന ഇംഗ്ലീഷ് ചിത്രം നമുക്കെടുക്കാം. തകർച്ചകളുടെ നടുവിലും തളരാതെ തൻ്റെ മകന് വേണ്ടി പോരാടുന്ന ഒരു അച്ഛൻ്റെ കഥ അവതരിപ്പിക്കുന്ന സിനിമയാണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ക്രിസ് ഗാർഡൻ എന്ന വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് രചിച്ച സിനിമയാണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. സിനിമയുടെ ഒരു ഭാഗത്ത് വിൽ സ്മിത്ത് അഭിനയിച്ച ക്രിസ് ഗാർഡൻ എന്ന കഥാപാത്രം തൻ്റെ മകനുമായി റെയിൽവേ സ്റ്റേഷനിലെ പബ്ലിക് വാഷ്റൂമിൽ അഭയം പ്രാപിക്കുന്നു. സിനിമയിലെ തന്നെ ഏറ്റവും മനസ്സലിയിപ്പിക്കുന്ന ഒരു രംഗമാണ് ഇത്. സിനിമയുടെ അവസാനം ക്രിസിൻ്റെ ജീവിതം നന്നാവുന്നു. ക്രിസ് ഗാർഡൻ്റെ ജീവിതം ഇന്നും പല ആളുകൾക്കും ഒരു പ്രചോദനമാണ്. ദൈവം ക്രിസ് ഗാർഡനെ ഈ വേദനകളിലൂടെല്ലാം കടത്തിവിട്ടത് തനിക്കിഷ്ടമുള്ള മറ്റൊരു മനോഹരമായ പാത്രമാകാനാണ്. ഇന്ന് നാം ധ്യാനിച്ചത് 3 കാര്യങ്ങളാണ്. വീണ്ടും പണിയുന്ന ദൈവം. 2, തകർച്ചകൾ അവസാനമല്ല. 3, രൂപമാറ്റത്തിൻ്റെ പ്രക്രിയ. ഈ 3 കാര്യങ്ങളെ മുൻനിർത്തി ഈ നോമ്പുകാലം മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.